ഈ സാധാരണക്കാരുടെ മക്കളെ പഠിപ്പിച്ച് അവനെ നല്ല നിലയിൽ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാളാ. നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും. ബാംഗ്ലൂർ ഇത്രയും കോളേജുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടെ വന്ന് പഠിച്ചു? ഹലോ മുസഫർ, വെൽക്കം ബാക്ക് ടു സോളോവേഴ്സ്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ ചിലവിൽ എംകോമും ബികോമും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവരാണോ? എന്നാൽ ഒരു അടിപൊളി കോളേജ് നമ്മൾ പരിചയപ്പെടുത്താം. പത്തനംതിട്ടയിൽ അടൂർ എൽഷാദി കോളേജിലാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള റോയ് സാറിനെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്നൊന്ന് ചോദിച്ചു നോക്കാം. റോയ് സാറെ നമസ്കാരം. നമസ്കാരം. എംകോമും ബികോമും അതിപ്പോൾ സാധാരണ നമുക്ക് എല്ലായിടത്തും ഉള്ള കോഴ്സുകളാണ്. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്? ഞങ്ങള് ബികോം എംകോം എന്നും ആ കോഴ്സിന്റെ പേരൊക്കെ സെയിമാണ്. പക്ഷെ അതിനകത്തുള്ള ഉള്ളടക്കം കൊടുക്കുന്നതിനകത്തുള്ള കാര്യം ഇരിക്കും. ഇവിടെ ഒരു 3 വർഷത്തെ ഒരു UG ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് ആദ്യത്തെ ദൗത്യം. അത് ഞങ്ങൾ എങ്ങനെ ശ്രമിച്ച് പാസ്സാക്കും. അപ്പം നീതു ശരിക്കും നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ നീതു ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാളാ. ബികോമിന് പറഞ്ഞില്ലല്ലോ ചെലവ്. അപ്പം നീതു എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാര്യം, ഈ ഒരു കോളേജിലോട്ട് വരാനായിട്ടുള്ള? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് മെയിൻ റീസൺ. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. പാസ്സാവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ അത്രയും നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ സെൽഫായിട്ട് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി എങ്ങനെ പെരുമാറണം, ഇനി നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം, അങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങളും ഗൈഡൻസും ഇവിടുന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. സാധാരണ ഞാനൊക്കെ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ എൻ്റെ കോളേജിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഏകദേശം 2000 ബാച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ വീണ്ടും കോളേജ്. എന്തോ ചുമ്മാ വന്നെയാണോ? സാറിന് സാറ് നിങ്ങളെ വിളിച്ചു വരുത്തതല്ല. ഞങ്ങൾ എപ്പോ അടൂരെത്തിയാലും സാറിന്റെ വീട്ടിലൊന്ന് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വരികയോ ചെയ്യുന്ന സ്ഥിരമുള്ള പതിവാണ്. കുറഞ്ഞ ചെലവിലാണ് നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതെങ്ങനെ? ഇവിടെ സ്ഥിരമായ അധ്യാപകർ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നതായ കുട്ടികളെ നല്ലതായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. പാവപ്പെട്ട പിള്ളേർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കരുതല്ലോ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി കുട്ടികൾ പഠിക്കണമെങ്കിൽ ഒരുപാട് രൂപ വേണം. ഇതെന്ന് പറയുന്നത് അവർ ആ രീതിയിൽ മുടക്കുന്ന പണത്തിന്റെ പലിശ മതി ഇവിടെ പഠിക്കും. ഇപ്പൊ കുറെ കുട്ടികൾ ഇപ്പൊ പുറത്ത് ഇഷ്ടം പോണക്ക് ലക്ഷങ്ങൾ കൊടുത്ത അഡ്മിഷൻസ് പുറത്ത് ഇപ്പൊ ബാംഗ്ലൂര്, മംഗലാപുരം പോലുള്ള സ്ഥലത്ത് പോയി പഠിക്കുന്നുണ്ട്. അതിൽ ഡൊണേഷൻ ഫീ, ട്യൂഷൻ ഫീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ എമൗണ്ട് തന്നെ അവിടെ ചാർജ് ആക്കുന്നു. ഇവിടെ അങ്ങനെ ഡൊണേഷനോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ കൂടുതലും സാധാരണക്കാരന്റെ മക്കളാണ്. ഈ സാധാരണക്കാരന്റെ മക്കളെ പഠിപ്പിച്ച് അവനെ നല്ല നിലയിൽ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. ഞങ്ങൾക്ക് ഒരു തുച്ഛമായ ഫീസ് ഞങ്ങൾ വാങ്ങുന്നു. ഫീസ് തരാത്തവരെ ഞങ്ങൾ പഠിപ്പിക്കും. ഫീസ് തരാത്തവർക്ക് അവർക്ക് ഇല്ലയോ, അവർക്ക് സാമ്പത്തികമായ നിവൃത്തി ഇല്ലെങ്കിൽ അതിനുള്ള ഒരു സ്റ്റൈഫൻഡ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെയുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്തും നമുക്കത് കൊടുക്കാൻ പറ്റും. ഇവിടെ എന്താ സാറിനെ കാണാൻ വന്നതാണ്? അല്ല, എൻ്റെ കൊച്ചുമോനോട് മകളുടെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. 3rd ഇയറാ. നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ ഒരു കോളേജിൽ നമ്മൾ പഠിച്ച് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇറങ്ങി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ആക്ച്വലി ഞങ്ങൾ 2 രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സ്ഥാപനങ്ങളെല്ലാം ഞങ്ങളുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്. അന്നേരം അവരുടെ പിന്നെ സ്ഥാപനങ്ങളിലെ വേക്കൻസി വരുമ്പോൾ എന്നെ വിളിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ ഇത്ര 40 വർഷത്തിനകത്ത് പഠിപ്പിച്ചവർ തന്നെ ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് വിദേശങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കല്ലാതെ കോണ്ടാക്റ്റുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ വേക്കൻസികൾ വരുമ്പോൾ ഇവിടെ ചോദിക്കും കുട്ടികൾ. അങ്ങനെ ഒത്തിരിയും പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ എത്ര വർഷമായിട്ട് സാറ് ഈ ഒരു കോളേജ്? ഇപ്പം കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 40ാമത്തെ വർഷം. 40 വർഷമായിട്ട്. അപ്പൊ സാറ് ഈ ഒരു ടീച്ചിങ് ഫീൽഡ് തന്നെ? അതെ. ഇന്നത്തെ പിള്ളേരുടെ സൈക്കോളജി അറിയാത്തവന് തീർച്ചയായിട്ടും മനഃശാസ്ത്രം അറിയാത്തവന് അധ്യാപകന് വിജയിക്കത്തില്ല. കുട്ടികളുടെ രീതികളും കുട്ടികളുടെ ഇഷ്ടങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സും എല്ലാം മാറിക്കഴിഞ്ഞു. അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തെ തൊട്ടാൽ, അത് പണ്ടായാലും ഇപ്പോഴായാലും അവരുടെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ പോലെ ഒരാളായിട്ട് നിന്ന് എന്നാൽ നമ്മുടെ ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്താതെ ഒരു കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ അധ്യാപകരായ ഞങ്ങളോട് പറയാത്ത ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ ഇല്ല. പുള്ളിക്ക് മാറ്റമില്ലാതെ പറയും. ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. നമ്മൾ പറയും അവർ പറയത്തില്ല. പല പേരൻസിനോടൊന്ന് പറയും സാറ് സത്യം ചോദിച്ച് മനസ്സിലാക്കാൻ. ഞാൻ ചോദിക്കുമ്പോൾ എന്താ പറയുക, അവരെല്ലാം സാറേ ഇതാണ് സത്യം ഇങ്ങനെ പറയാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാം. നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുക. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ പറയാൻ മടി വരത്തില്ല. അപ്പൊ എനിക്ക് പിള്ളേരുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഞാൻ അവരോട് ഉള്ളത്. അതുകൊണ്ട് പിള്ളേർ എനിക്ക് സ്നേഹം തരുന്നു, ബഹുമാനം തരുന്നു. സ്റ്റുഡൻസിന്റെ അടുത്ത് റിവ്യൂ ഒന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ. പേര് അലൻ. അപ്പൊ അലനെ നമ്മൾ ഇവിടെ ആദ്യം വന്നപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മള് കുറച്ച് വിഷ്വൽസിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ബ്രോ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ് ഒക്കെ? നല്ല ക്ലാസ്. റോയ് സാർ എങ്ങനെയുണ്ട്? നല്ലപോലെ നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് നമ്മളെ നല്ലപോലെ പഠിപ്പിക്കും. നല്ല നമുക്ക് വേണ്ട രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും. നമ്മളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സാറാണ്. ഓക്കെ. ഇപ്പൊ ഏതാ പഠിക്കുന്ന കോഴ്സ്? ബികോം.
ഓക്കെ UG കോഴ്സ് ആണ്. നിങ്ങളെല്ലാം ഒരേ ക്ലാസ്സിലാണോ? സാർ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നിങ്ങൾ ഏത് ഇയറാ ശരിക്കും? നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് അല്ലേ? ഓക്കെ ബ്രോ, പേര്? വിഘ്നേഷ്. വിഘ്നേഷ്. എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളും? ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. എവിടെ സ്ഥലം? ഞാൻ വന്നത് ഹൈദരാബാദിൽ നിന്നാ. ഹൈദരാബാദിൽ ആ. ഹൈദരാബാദിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കുന്ന. ഇപ്പൊ പേരെങ്ങനെയാ? ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ. ഇതിപ്പോ എല്ലാം ഇപ്പൊ പുറം നാട്ടിലോട്ട് പോയെന്ന ഗൈസ് നമ്മൾ. അവിടെ എല്ലാ റോയ്സാർ ഫേമസ് ആണ്. സാറ് ഇപ്പൊ ബാംഗ്ലൂർ ഇത്രയും കോളേജുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടെ വന്ന് പഠിച്ചു? റോയ്സാറിന് വേണ്ടിയിട്ട് മാത്രം. ഓയ് സാറിന് വേണ്ടി ആരെ റെക്കമെൻഡ് ചെയ്ത ഈ കോളേജ്? എന്റെ റിലേറ്റീവ് ഇവിടെ ഉണ്ട്. അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. കാര്യം ബാംഗ്ലൂരൊക്കെ പഠിച്ചിട്ട് ഒരാൾ ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പേരെങ്ങനെയാ? അൻസ. എവിടെയാണ്? ഞാൻ മണക്കാലയിൽ. മണക്കാല. ഓക്കെ. ഇവിടെ വരാനുള്ള കാര്യം? ഇവിടെ ഞാൻ വേറെ 2 കോളേജിൽ പോയി പഠിച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഇവിടെ തന്നെ വന്നതാണ്. അത്രയും നാളത് വെറുതെ അപ്പൊ അവിടെ പോയപ്പോഴാണ് പൈസ വെറുതെ പോയി, അല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായി. അപ്പൊ ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്? ഇവിടുത്തെ ഫീസ് സാധാരണക്കാർക്കും നേരത്തെ പഠിച്ച കോളേജിൽ നിന്നും എങ്ങനെയുണ്ട് ഫീസും കാര്യങ്ങളൊക്കെ? ഭയങ്കര കുറവാണ്. ഞാൻ ലോൺ എടുത്ത് പഠിച്ച അതും പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഏത് സാധാരണക്കാരനും ഇവിടെ വന്ന് പഠിക്കാം. അപ്പൊ ഇതില് വലിയൊരു റെക്കമെൻഡേഷൻ വേണ്ടല്ലോ ഗൈസ്. പേരെങ്ങനെ? എവിടെയാ സ്ഥലം? കോട്ടയം. കോട്ടയത്ത് നിന്ന് എങ്ങനെ ഡെയിലി പോയി വരുവാ? ഡെയിലി പോയി വരൂ? ക്ലാസ്സും കാര്യങ്ങളൊക്കെ സാറിനെ എങ്ങനെ അറിയാം, പരിചയപ്പെട്ടെ? ആദ്യം നമ്മൾ ഈ കോളേജിൽ വന്നപ്പം സാറിനോട് ഒരു പേടി അങ്ങനെ ഉണ്ടോ? നമ്മളിപ്പോ സാധാരണ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ഫിയർനെസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ കമ്പനിയാണ്. സാറിനെ കണ്ടത് സന്തോഷം. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇപ്പൊ സ്റ്റുഡൻസ് എൻക്വയറീസ് നടത്തും. അപ്പൊ ഈ പറഞ്ഞ ഡൊണേഷനും കാര്യങ്ങളും ഒന്നുമില്ല. സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി എന്തായാലും അഡ്മിഷൻ എടുക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. എന്തായാലും അഡ്മിഷൻ എടുക്കുമല്ലേ?